Hi students, welcome back to our physics class. Today's topic is mirror formula. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിറർ ഫോർമുല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യണം കേട്ടോ. മിറർ ഫോർമുല ഡെറൈവ് ചെയ്യാനായിട്ട് നമ്മളൊരു കോൺകേവ് മിറർ വരച്ചു. കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. അതിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, പോള്, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് OB എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് വച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേഡിയേഷൻ മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് 4 റൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം യൂസ് ചെയ്തിട്ട് വേണം ഇമേജ് വരയ്ക്കാൻ. ഒബ്ജക്റ്റ് ഇമേജ് ഫോർമേഷനൊക്കെ ഉണ്ടാകുന്നതിൽ നമ്മൾ ഏതെങ്കിലും 2 റൂള് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 2 റൂള് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്ന് പാരലായിട്ട് പോണ റേയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പാസ് ചെയ്യുന്നു. അത് മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഏത് പാത്തിലൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇവിടെ ഫോക്കസ് കാണിച്ചിട്ടുണ്ട്. ആ ഫോക്കസിലൂടെ അത് പാസ് ചെയ്യും. ഇനി ഒരു റേ കൂടി വേണം. ഒബ്ജക്റ്റ് ഇമേജ് ഫോർമേഷന് 2 റൂൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു റൂൾ ഇപ്പോൾ യൂസ് ചെയ്തു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പാസ് ചെയ്യും. ആ റൂൾ ഇവിടെ യൂസ് ചെയ്തു. ഇനി ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ലൈറ്റ് റേ ഈ മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതേ ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ അതേ ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഇവിടെ മാർക്ക് ചെയ്തു ആംഗിളായി. ഇത് ആംഗിൾ ആർ. ഈ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് അവിടെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഐ എന്നും, ഈ പ്രിൻസിപ്പൽ ആക്സിസും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ആർ എന്നും കൊടുത്തു. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മളവിടെ അപ്പം തന്നെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ 2 റൂളുകളാണ് യൂസ് ചെയ്തത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ കൺസിഡർ ചെയ്തു. അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പാസ് ചെയ്യും. പിന്നെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മിററിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അങ്ങനെ 2 റൂൾ യൂസ് ചെയ്തു. അങ്ങനെ ഈ പോകുന്ന ഈ 2 റിഫ്ലക്റ്റഡ് റേസും ജോയിൻ ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. അപ്പോൾ ഒരെണ്ണം ഈ റേ, ഒരെണ്ണം ഈ റേ, അതന്നെ 2 റിഫ്ലക്റ്റഡ് റേ. അത് ജോയിൻ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു എന്ത് വരച്ചു? ഇമേജ് വരച്ചു. ആ ഇമേജിൻ്റെ നേച്ചർ എന്തായിരിക്കും? അത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺകേവ് മിറർ എന്ന് പറയുന്നത് റിയൽ ഇമേജ് തരുന്ന മിററാണ്. എപ്പോഴും റിയൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ട് ഒരു ഇമേജ് വരച്ചു. ആരോ മാർക്ക് താഴേക്ക് കാണിക്കുക. ഇമേജ് എന്ന് കാണിക്കാനായിട്ടാണ് IM എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന് IM എന്ന് കൊടുത്തു. OB എന്നുള്ളത് ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. IM എന്ന് പറയുന്നത് ഇമേജ്. അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലെറ്ററുകൾ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇമേജ് മാർക്ക് ചെയ്തു. ഇനി ഒരു കാര്യം കൂടി ഇതിൽ വരയ്ക്കണം. ഈ പാരലായിട്ട് വരുന്ന ആ റേക്കും ഒരു നോർമൽ വരയ്ക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ റേക്ക് ഒരു നോർമൽ വരച്ചാൽ അത് എവിടെ ചെന്നാണ് മീറ്റ് ചെയ്യുക? അത് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് ഒന്ന് വരച്ചു. ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ആ ലൈനാണ് അവിടുത്തെ നോർമൽ. അപ്പോൾ അവിടെയും ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഐന്നും, ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയും ഉണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ആറെന്നും കൊടുത്തു. ഇത്രയാണ് പിക്ചറിലുള്ളത്. അപ്പോൾ സിമ്പിളാണ്. പിക്ചർ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയാലും വരയ്ക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു കോൺകേവ് മിറർ വരച്ചു. ഒരു കോൺകേവ് മിററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, പോള്, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററുകളാണ് OB. ഒബ്ജക്റ്റ് എന്നുള്ളത് OB. അതിൽ നിന്ന് 2 റൂളുകൾ നമ്മൾ സെലക്ട് ചെയ്തു. അത് നമുക്ക് ഇഷ്ടമുള്ള റൂള് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുന്നത് എടുക്കണമെന്ന് ഒരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു റേ ആണ് കൺസിഡർ ചെയ്തത്. അത് ഈ മിററിൽ വന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം
അത് റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഫോക്കസിലൂടെ അത് പോയി. അതുപോലെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്നിട്ടാണ് ആ മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ ആംഗിളിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ രണ്ട് റിഫ്ലക്റ്റഡ് റേയും എവിടെ വെച്ചാണോ ജോയിൻ ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കോൺകേവ് മിറർ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇൻവേർട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇവിടെ ആംഗിൾ ഐയും ആംഗിൾ ആറും മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പാരലായിട്ടുള്ള റേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു നോർമൽ വരച്ചിട്ടുണ്ട്. ആ നോർമൽ എപ്പോഴും സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും മീറ്റ് ചെയ്യുക. അവിടെയും ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുമ്പോൾ ഏകദേശം ഈ സർഫസ് കംപ്ലീറ്റ് ചെയ്താൽ എവിടെയായിരിക്കും സെൻറ്റർ അവിടെ തന്നെ വരയ്ക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതിൻ്റെ കറക്റ്റ് ആ സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ ഫോക്കസ് മാർക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. അതിന് ഡെറിവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ 2 ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യാണ്. നമ്മൾ ഈ പോർഷനെ ഒരു സൈഡായിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്യുക. അതൊരു ബൾജ് ചെയ്തിരിക്കുന്ന ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ 2 ട്രയാങ്കിളുകളാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ചെറിയ ട്രയാങ്കിൾ IMF, ആ ട്രയാങ്കിളും DPF, ആ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസ് ആദ്യം തന്നെ എഴുതാം. ട്രയാങ്കിൾ IMF. ഇത് വളരെ ശ്രദ്ധിക്കണം, എടുക്കണം. ട്രയാങ്കിൾ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേഷൻ ശരിയാവില്ല. IMF ആൻഡ് ട്രയാങ്കിൾ DPF. ആ 2 ട്രയാങ്കിളുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ആ 2 ട്രയാങ്കിളുകളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് നോക്കരുത്, രണ്ടും സൈസിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ട്രയാങ്കിളുകളെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് ഈ ചെറിയ ട്രയാങ്കിളും ഈ ട്രയാങ്കിളുമാണ്. ആ 2 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ IMF എന്ന് പറയുന്ന IMF എന്ന് പറയുന്ന ട്രയാങ്കിളാണ് ആദ്യം എടുക്കുന്നത്. അതിൻ്റെ ഈ സൈഡ് IM എന്ന് പറയുന്ന സൈഡ് മറ്റേ ട്രയാങ്കിളിൻ്റെ അതുപോലെയുള്ള സൈഡ് തന്നെ എടുക്കുക. IM എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, അതേപോലെ വരുന്ന ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് ഏതാ? ഈ സൈഡ്. ഇതിൽ ഈ DP എന്ന് പറയുന്നത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ DP, IMഉം DPയും അതിൻ്റെ റേഷ്യോ എടുത്തു ഈക്വൽ ടു ഈ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏതാ? ഈ കുഞ്ഞി ട്രയാങ്കിളിൻ്റെ ബേസ് ഏതാ? IF ബൈ അതുപോലെ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഏതാ? PF. അപ്പോൾ PF എടുത്തു. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളുകൾ നമ്മൾ എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് വന്നാലേ രണ്ടും സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സിമിലർ എന്ന് പറയുന്നത് സൈഡുകൾ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ട്രയാങ്കിളുകൾ നമ്മളെടുത്തു, IMFഉം DPFഉം. 2 ട്രയാങ്കിളുകളും സിമിലർ ട്രയാങ്കിളാണ്. അതാണ് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ ഈക്വലായിരിക്കും. അപ്പോൾ ഈ സൈഡ് എടുത്തു IM. അതുപോലെയുള്ള ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നോക്കേണ്ടത് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. IMന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ സൈഡാണ് DP. അപ്പോൾ IM/DP എന്ന് പറയുന്നത് ഈക്വൽ ടു ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് IF, ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് PF. അപ്പോൾ IF/PF ആണ്. ഇതിൽ ഈ DP എന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ സൈസിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ DP എന്ന് പറയുന്ന സൈഡും OBയും ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ DPയുടെ പ്ലേസിൽ
നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡി പി ഈക്വൽ ടു ഒ ബി ആണ്. ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഡി പി എന്ന് പറയുന്ന ഈ ഹൈറ്റും ഒ ബി എന്ന് പറയുന്ന ഹൈറ്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഡി പിക്ക് പകരം എന്ത് എഴുതിയാൽ മതി, ഐ എം ബൈ ഒ ബിന്ന് എഴുതിയാൽ മതി ഈക്വൽ ടു ഐ എഫ് ബൈ പി എഫ്. ഇക്വേഷൻ 1. ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ വേറെ ഒരു ട്രയാങ്കിൾ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് വരും, വേറെ ഒരു ട്രയാങ്കിളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഐ എം പി. അതായത് ഇവിടെ ഈ ചെറിയ പോർഷൻ അല്ലേ, ഇത് മൊത്തം പോർഷൻ എടുത്തു, ഐ എം പി ട്രയാങ്കിൾ ഐ എം പി. അതുപോലെ ഏത് ട്രയാങ്കിളാണ് സിമിലർ ആയിട്ട് വരിക, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു വലിയ ട്രയാങ്കിളും സിമിലർ ആയിട്ട് വരും. അതായത് ബി പി ഒ, ഈ വലിയ ട്രയാങ്കിൾ കേട്ടോ, ഈ വലിയ ട്രയാങ്കിള്, അതുപോലെ ഇവിടുത്തെ ഈ വലിയ ട്രയാങ്കിൾ, അത് രണ്ടും സിമിലർ ട്രയാങ്കിളുകളാണ്. ഏതൊക്കെയാ, ഐ എം പി, അതുപോലെ ബി പി ഒ, അല്ലെങ്കിൽ ബി ഒ പി എന്ന് എഴുതിയാലും മതി, ബി ഒ പി. അത് രണ്ടും സിമിലർ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്ത അതേ കാര്യം ഈ ട്രയാങ്കിൾസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഐ എം ബൈ അതേ സൈഡ് ഇതിൽ ഏതാ വരുന്നത്, ഐ എമ്മിൻ്റെ പ്ലേസിൽ ഒ ബി, ഒ ബി ഈക്വൽ ടു ബേസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസ് ഏതാ, നമ്മൾ ഈ ട്രയാങ്കിളല്ലേ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പി ഐ, പി ഐ ബൈ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഏതാ, ഇതാണ് ബേസ്, പി ഒ ആണ് ബേസ്, പി ഒ. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, വേറെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ബൈ ഒ ബി, ഐ എം ബൈ ഒ ബി, അതായത് അതിൻ്റെ രണ്ട് ഇക്വേഷൻ്റെയും ഫസ്റ്റ് ഇക്വേഷൻ്റെയും സെക്കൻഡ് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് എഴുതി കൂടെ, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് എഴുതാണ്. അതായത് ഐ എഫ് ബൈ പി എഫ് ഈക്വൽ ടു പി ഐ ബൈ പി ഒ. ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഐ എഫ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാലോ. ഐ എഫ് എന്ന് പറയണതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഈ ദൂരാണ് ഐ എഫ്. അപ്പോൾ ഈ ദൂരത്തിൽ നിന്ന്, ഈ പി തൊട്ട് ഐ വരെയുള്ള ദൂരത്തിൽ നിന്ന് പി തൊട്ട് എഫ് വരെയുള്ള ദൂരം കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ഐ എഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ, നമുക്കൊരു കാര്യത്തിലേക്ക് എത്തണം. അപ്പം നമ്മുടെ കയ്യിലൊരു എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ ഇത് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് തോന്നും. ഒരു പ്രാവശ്യം ചെയ്ത് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐ എഫിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഐ എഫ് എന്ന് പറയുന്ന ഈ ചെറിയ ഡിസ്റ്റൻസിനെ മാറ്റിയിട്ട് ഞാൻ എഴുതാണ്. അതിന് പകരം ഈ ഡിസ്റ്റൻസ് പി ഐ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ചെയ്യുന്നത് പി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഐ എഫ് കിട്ടും. ഇപ്പോൾ ഇക്വേഷൻ 3 ഞാൻ ആ മാറ്റം വരുത്താണ്. ഐ എഫിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കും, പി ഐ മൈനസ് പി എഫ് ബൈ പി എഫ് ഈക്വൽ ടു പി ഐ ബൈ പി ഒ. ഇനി ഞാൻ പിക്ചറിൽ നോക്കി മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. ഞാനിവിടെ എഴുതാം, അടിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് കാണില്ല. പി ഐ എന്ന് പറയുന്നത് എന്താ, പി ഐ പോള് തൊട്ട് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുക, ഇമേജ് ഡിസ്റ്റൻസ്. ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക, വി. അപ്പോൾ ഈ പി ഐക്ക് പകരം നമുക്ക് ഇനി എന്ത് യൂസ് ചെയ്യാം, വി യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ വി. ഓക്കെ, മൈനസ് പി എഫ്, പി തൊട്ട് എഫ്, പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാറ്, ഫോക്കൽ ലെങ്ത്. ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാം, സ്മോൾ എഫ്. അവിടെ നമ്മൾ സ്മോൾ എഫ് എഴുതി ബൈ പി എഫ്. എന്തായി, പി എഫ് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, പി എഫ് എന്ന് പറയുന്നത് പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണ്, അതിനെ ഫോക്കൽ ലെങ്ത് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ അടിയിലും ഫോക്കൽ ലെങ്ത്തിന് എഫ് കൊടുത്തു ഈക്വൽ ടു പി ഐ. പിന്നെ ഇവിടെ ഒരു പി ഐയും കൂടി ഉണ്ട്, അതിന് നമ്മൾ എന്ത് തന്നെ കൊടുക്കാം, വി എന്ന് തന്നെ കൊടുക്കാം. ഒരു പി ഐ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്തതിൽ തന്നെ കൊടുക്കാം.
പി ഒ എന്ന് പറയുന്നത് എന്താ, പി തൊട്ട് ഒ വരെയുള്ളത്, പോൾ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് പി ഒ. പോൾ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയുക, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നാ പറയുക. അതിനെ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക, യു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. സൈൻ കൺവെൻഷൻ അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. സൈൻ കൺവെൻഷൻ അതിന് വേണ്ടിയാണ് പഠിച്ചത്. നമ്മൾ ഓരോന്നിനും നോക്കണം. വി എന്ന് പറയുന്നത് എവിടെ തൊട്ട് മെഷർ ചെയ്യണം, എപ്പോഴും നമ്മൾ മെഷർമെന്റ് തുടങ്ങുന്നത് പോളിൽ നിന്നാണ്. അപ്പോൾ പി തൊട്ട് ഐ വരെയുള്ള ദൂരമല്ലേ വി എന്ന് പറയുന്നത്. അപ്പോൾ പോളിൽ നിന്ന്, അതായത് നമ്മുടെ ഇൻസിഡന്റ് റേസ് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ മെഷർമെന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി എന്താവും, വി നെഗറ്റീവ് ആവും. മൈനസ് എഫ് എന്ന് പറയുന്നത് എന്താ, പി തൊട്ട് പോള് തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണ് എഫ്. അപ്പോൾ അതും ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. ബൈ ഒരു എഫിന് മൈനസ് സൈൻ ആണെങ്കിൽ അടുത്തതിനും മൈനസ് സൈൻ ആയിരിക്കും. എഫ് ഈക്വൽ ടു വിക്ക് ഒരു പ്രാവശ്യം കൊടുത്തതിന് പിന്നെ നോക്കേണ്ട കാര്യമില്ല, മൈനസ് വി ബൈ യു. യു എന്ന് പറയുന്നത് എന്താ, പോള് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ മെഷർമെന്റ് ഇങ്ങോട്ടാണ് നടത്തുന്നത്, ഇൻസിഡന്റ് റേ പോണത് അങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ സൈൻ എന്ത് വരും, മൈനസ് വരും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് വി, ഈ മൈനസും മൈനസും കൂടി എന്താവും, പ്ലസ് എഫ് ബൈ മൈനസ് എഫ് ഈക്വൽ ടു, ഈ മൈനസും ഡിനോമിനേറ്ററിലെ മൈനസും കൂടി ക്യാൻസൽ ചെയ്ത് പോയി വി ബൈ യു എന്ന് വന്നു. ഇത്രയും വരെ കിട്ടിയല്ലോ. ഇനി ഞാനൊന്ന് മാറ്റാം. മാറ്റാൻ ഒന്നുകൂടി പറഞ്ഞുതരാൻ പറ്റില്ല, ഞാൻ മുകളിൽ തന്നെ എഴുതാം, ഈ ഒരു ബോക്സിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ ഇതിലെ ഓരോ ടേമിനും സെപ്പറേറ്റ് ആയിട്ട് ഈ ഡിനോമിനേറ്റർ കൊടുക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ മൈനസ് വി ബൈ മൈനസ് എഫ് എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി ഫൈനലി എന്ത് വരും, വി ബൈ എഫ്. ഇവിടെ ഞാൻ ഓരോന്നിനും ഈ എഫിനും ഈ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ബൈ മൈനസ് എഫ് എന്ന് വരും. അപ്പോൾ എന്ത് വരും, മൈനസ് 1 എന്ന് വരും, ഈക്വൽ ടു വി ബൈ യു എന്ന് വന്നു. ഇനി ഇതിന് നമ്മൾ ഇക്വേഷൻ 4 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4നെ ഞാൻ മൊത്തമായിട്ട് വി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. മൊത്തമായിട്ട് വി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ വി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി പോയി കിട്ടും. അപ്പോൾ എന്ത് മാത്രം വരും, 1 ബൈ എഫ് ഈക്വൽ ടു, ഇവിടെ വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കിട്ടാം, 1 ബൈ വി, ഇവിടെ വി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ബൈ യു എന്ന് വരും. ഇതിനെ 1 ബൈ എഫിനെ മാത്രം ഞാൻ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് മൈനസ് 1 ബൈ യു അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും, 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇതാണ് നമുക്ക് ആവശ്യമുള്ള മിറർ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, നമുക്ക് പ്രാക്ടിക്കലിനൊക്കെ ആവശ്യം വരും. അപ്പോൾ കാണുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനാണ്. കുറേ ട്രയാങ്കിളുകളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് എങ്ങനെ ഓർത്തിരിക്കുമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ തോന്നാം. അത് പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ, ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു 1-2 വട്ടം വേണമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണടച്ചത് ചെയ്യാൻ പറ്റും. അത്ര